ഹലോ, അപ്പം നമ്മളീ പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. അപ്പം നമ്മൾ പോയത് വേങ്ങര ഇന്ന് മിനി ഊട്ടി ഊരകം വഴി അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് റോഡ് പകുതി വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ മിനി ഊട്ടിക്ക് എത്തുന്നതിൻ്റെ ആ ഭാഗത്തേപ്പത്തേക്ക് റോഡ് പറ്റ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പം അവിടേക്ക് പോകുമ്പം ഇതാണ് വ്യൂ വരുന്നത്. കുറേ മലകളും പിന്നെ ഉള്ളത് പകുതി മുക്കാലും കോറികളാണ്. അങ്ങനെ നമ്മൾ കുറേ അത്യാവശ്യം ഒരു 1.5 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും പോയിട്ട്. അപ്പോൾ പാച്ചുവിൻ്റെ മിനി ഊട്ടി എന്നാൽ എന്താണ് എന്നൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ ഞാൻ ബാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പോകുന്നത് വൈകുന്നേരമാണ്. നമുക്കിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വഴിക്ക് പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം നമുക്ക് ഇനി വഴി ഞാൻ പറയാം. അപ്പം നമ്മുടെ ചാനൽ പോയിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലാട്ടെ നമ്മൾ കയറുന്നത്. പോക്കറ്റ് മങ്കി ഇതാണ് ഗൈസ്, പോക്കറ്റ് മങ്കി വരുന്നുണ്ട്. മറ്റാളും കൂടി ഒരാളെ മാത്രം വീഡിയോയിൽ എടുക്കണ്ടാന്ന്. അറിയോ കൊഞ്ഞളം കുത്താൻ അറിയോ? ഇവിടെ കൊഞ്ഞളം കുത്താൻ അറിയോ? അറിയോ? നിങ്ങളോട് മങ്കി ഇങ്ങോട്ട് നോക്കൂ. കൊഞ്ഞളം കുത്താൻ അറിയോ? അച്ഛന് കൈ കടിക്കുന്നുണ്ട്. ഇത് വെച്ചു കൊടുക്കേ. ഇത് കടിക്കട്ടാ അമ്മ, ഇത് കടിക്കും. ആര് പറഞ്ഞു? ഡയമണ്ടോ ഇതാണ് കൊക്കോട്ട. അത് എമുവാടാ. നോക്കൂ കണ്ടില്ലല്ലോ.
രസമല്ലേ കാണാൻ. അത് കോഴി വിഭാഗത്തിൽ പെട്ടതാ. ഇങ്ങനെ പോണ്ടത് ഇതൊന്നല്ല വിറ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളതാണ് കോമഡി. എമ്മ നീറ്റ് പാച്ചിന് വേണം. എനിക്ക് വേണ്ട ചിത്രം പാച്ചിന് വേണം. തരാം തരാം പാച്ചിന് വേണം. പാച്ചിനെന്നാ ഇങ്ങോട്ട് പാച്ചിൻ്റെ ഒട്ടക പസി അപ്പുറത്ത് പോയേക്കാം, എന്നാലേ മുകളിലാണല്ലോ. ഇതിനപ്പുറത്തേക്ക് മറ്റത് കണ്ട അപ്പുറത്ത് ചെയ്യുന്നു. പക്ഷി ഇതാണാണ്, അതുകൊണ്ടാണ് കറുപ്പും വെള്ളയും കളറ്. തലം വെച്ചപ്പോൾ എത്ര ആയിട്ടുണ്ടോക്കാം? പാച്ചുവാ അനക്ക് ഇങ്ങോട്ടൊക്കെ കിളീനെ പേടിയുണ്ടോ? പറ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടൊക്കെ കിളീനെ പേടിയുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. മറ്റേ സാധനത്തിനോ? അതല്ല ഈ വലുതില്ലേ മക്കാവോന് പേടിയുണ്ടോ? മറ്റേ എംഫോട്ടെക്കിന് വീഡിയോയിലൊക്കെ ഇല്ലേ മക്കാവോ അങ്ങനെ എംഫോട്ടെക്കിന് തോളിലൊക്കെ വന്നിരിക്കുന്നത്? പേടിണ്ട് സത്യായിട്ടു? എന്നാ നമുക്ക് പോയി നോക്കല്ലേ. ആ വെള്ളത്തിൽ കൈയിടരുതിട്ടാ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറുക കേട്ടോ. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുള്ള ഭാഗമാണേ. കുറച്ച് ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നാൽ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ കിളിയൊന്നും അയച്ചു കിട്ടിയില്ലല്ലോ. എന്ത് കാണുന്നുള്ള അറിയില്ല. അവിടെ കുറേ പൂച്ചകളുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഫുള്ള് കിളികൾ ഇതിന് ഇവിടെ മൊത്തം പാറി നടക്കിയിരുന്നു കേട്ടോ. കൂടൊക്കെ തുറന്നിട്ടിട്ട് ഇപ്പോൾ കിളികളുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അത് ഓരോന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഇതിൽ അരാപ്പയമുണ്ട്. അരാപ്പയമ്മ കുറേ ഉണ്ട് കേട്ടോ. ഒരു 4-5 പീസൊന്നല്ല, അതിലും കൂടുതലുണ്ടാവും. പിന്നെ അത് അവിടെയൊക്കെ കിളികൾ പാറി നടക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികളെ കുഞ്ഞു കൂടുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും പാറി നടക്കുന്നുണ്ട്. എടുത്തു കൂടെ ഒന്ന് പോയി ഈശ്വരാ, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ ഇതൊക്കെ കുറേ എണ്ണം വരിക്കിരിക്കണ്. വാ ആഹാ, ഇതിനായിട്ട് നല്ല ധൈര്യമുണ്ട്. അങ്ങനത്തെ ഇതൊന്നും പേടിയില്ല. കുഞ്ഞവിടെ നിന്ന് കൈ വെക്കുന്നു. അതെ
റിസ്ക് എടുക്കാറില്ല. ഇങ്ങോട്ട് വരി, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണേ. ഇറങ്ങി വാടൂ. അതാ പൈമ കേട്ടത്. നമ്മളെ ചെവിയിലെടുത്ത് കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിളികൾ പോകുന്നുണ്ട്. നിങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അതിൻ്റെ കൊത്തും കൂടി വാങ്ങിയാലേ സമാധാനമാവുള്ളൂ. അവളെ കറക്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ പോന്നാണ്. ഇവിടെ കുഞ്ഞ് വെള്ളരി ഉണ്ട്. വെള്ളരി ഇവിടെ പണ്ട് കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നുമില്ല. പോയി നിക്കടാ ചെല്ലി. ഒരാളെ ഷർട്ടിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി. നോക്കട്ടെ എടി കടിച്ച് കുടുക്ക് മാത്രമേ കടിക്കണുള്ളൂ. വെള്ളത്തിൽ പോയി വീട് ഓടത്തിട്ട് വെള്ളത്തിനകത്തേക്ക്. ഇതിലേട്ടാ അതിൽ വേറെ എന്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് പോലത്തെ ഇട്ടോളി. ഒരാളെ അടുത്തതായിട്ട് 2 മക്കാവോനെ തോളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. എനിക്ക് ഈ ഫോൺ വെള്ളത്തേക്ക് വീഴും. അത് അച്ഛൻ വെച്ചു കൊടുക്കണം. അതങ്ങോട്ടേക്ക് കുഞ്ഞെ. സൂപ്പറാണോ? അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങനത്തെ ഫോട്ടോയോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ മേലേക്ക് ചാടും. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് വരുന്നില്ല.
എടുത്തോണോ? ആ കുടുക്കെടുത്തടേ. ഇവിടുത്തെ കുടുക്ക് പോയി. ഇതാ ഇവിടുത്തെ കുടുക്കും പോയി. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അവിടെ എങ്ങനെ ഉണ്ട്? പച്ചക്കിളി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായി. ഈ എന്റെ തോളില് വെക്കാഞ്ഞ്? ആ അയിന് ആനേന്റെ അടുത്ത് പോയിക്കോ. ഒത്തക ബസ് ഉണ്ട്. അത് ഒത്തക ബസ്സല്ല. പെരുന്നാമ്പ് തല അതിന് ഒറ്റത്ത് കാണാനുണ്ട്. ഓനെ മേടിച്ചോട്ടോ പാച്ചോ. കണ്ടോക്കിയാ നിന്റെ ജീവിത കിട്ടുക. ശിവനെ ഒന്ന് നോക്കിയാലേ. ശിവനെ അച്ഛനോട് ഇടാൻ പറയും. ഇതിനുള്ളിലേക്ക് കയറാനേ ടിക്കറ്റിന് നമുക്ക് 50 രൂപ കേട്ടോ. കുട്ടികൾക്ക് ചാർജ് വരുന്നില്ല. വലിയ ആൾക്കാർക്ക് ഒരാൾക്ക് പെർ ഹെഡ് 50 രൂപ ടിക്കറ്റിന്. അയ്യോ വെക്കാൻ പറഞ്ഞാ തോന്നുന്നുണ്ട്. പാവാണ്. ഓടക്ക് പേടിയാണ്. ഞമ്മക്ക് പിന്നെ എവിടെ വന്നാലും ഞമ്മക്ക് മെയിൻ ഇതാണ് ഒട്ടകം. ആ എന്താ പോവണ്ടാത്ത്? പശു. ഈ ഐറ്റത്തിൻ്റെ പേരാട്ടെ പുങ്കന്നൂർ പശു. ഇത് എന്ത് പശുവാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. ഏറ്റവും ചെറിയ പശു ലോകത്തിൽ. സംഭവം രസം കേട്ടോ. കണ്ടിട്ടൊരു കാളേനൊക്കെ പോലെ അല്ലേ ഇവനട്ടാ? കാളയാണ്. ഇപ്പൊ പശുവാണ് പറഞ്ഞവര്. പശു എന്ന് എഴുതിയാൽ പോരൂർക്ക് കാളാന്ന് കാളാന്ന് എഴുതിയാൽ പോരൂർക്ക് പശു എന്നൊരു ലൈറ്റ്. ഇനിയാണ് നമ്മളെ കുതിരച്ചേട്ടനും ഒട്ടകച്ചേട്ടനും. ഒട്ടകം കുതിര കണ്ടേച്ചി. ആ ട്രെയിൻ ഓപ്പൺ ആക്കി. ശിവൻ അനുഗ്രഹം കൊടുക്കുകയാണ്. ശിവൻ അനുഗ്രഹം കൊടുക്കുകയാണ്. ഷാമ്പു ക്ലിനിക്+ന്റെ ഷാമ്പു കൊടുത്തത് പാമ്പിനെ. അതാണ് അടച്ചിട്ടില്ല കേട്ടോ. പുറത്ത് കണ്ടു വരുമോ?
കൊണ്ടുവച്ചിട്ടില്ല. കുതിരന്റെ ഫേസ് ഇപ്പോഴാണ് കിട്ടിയത്. ഇവിടെ ഉണ്ടായിരുന്നല്ലേ മുന്നേ കുതിരയോട്ടം? ആ ഏതില്? അതെന്താണ്? തീവണ്ടി. അച്ഛനോട് പറയൂ, തന്തള്ളാണേ. അത് പോകാൻ വെറുതെ ഒന്ന് സാമ്പിളൊന്ന് ഉണക്കി കൊടുത്തിന് കുട്ടികളെ കണ്ടപ്പോ. പിന്നുള്ളത് വൈക്കോൽ തിന്നും നട്ടകം. കടൽ മിഠായിക്ക് വാങ്ങിക്കൊടുന്നു കുഞ്ഞ് കുതിരയ്ക്ക് കൊടുക്കാൻ. ഇതെന്താ? ഇതൊക്കെ ഭാഗങ്ങളാണ്. മുയലതാ, മുയലിന് തൊടാം. പക്ഷെ ആട് വെക്ക ചിങ്കാരി ആട് ആണ്. കാട് ആട്, അഞ്ചാരാട്, കുഞ്ഞനാട്. കുഞ്ഞനാട്, കുഞ്ഞനാട്, മിനി സിൽക്കിയാട്. മിനി സിൽക്കിയാട് ഇതാണ് കുഞ്ഞനാട്. നോക്കി പൂച്ചന്റെ സ്കിൻ നോക്കി, പുലിന്റെ സ്കിൻ. ആ സാധാ പൂച്ചല്ല, കടുവേന്റെ ഒക്കെ പോലത്തെ തൊഴിൽ. ആ കണ്ടോ പൂച്ചന്റെ മേലുണ്ടൊക്കി, കടുവേന്റെ പുലിന്റെ ഒക്കെ. അന്ന് മാന്തി ഉണ്ടെങ്കിൽ അത് മാന്തി പോലെ കൊള്ളാൻ തരട്ടെ, ഞാൻ പോവും. ഐരാവതം. ത്തിന്റെ ഉക്കൊണ്ട് പോവട്ടെ പാമ്പിനെ കൈമിലിടാൻ വേണ്ടിട്ട്. ആ സാധനം ഇട്ടോളൂ കൈമില്. ശിവൻ വിരാട് ബാക്ക് പോയി. ആ ആണല്ലേ? എന്നാ മട്ടീനെടുത്ത് വെച്ചാലോ? അവിടേക്കാ പൂച്ചക്കുട്ടി ആ തൂവലേറ്റ് മണ്ടി കിട്ടുന്നേ. ഇവനാട്ടാ ഇവനക്കൊന്ന് തോളിൽ വെക്കായിരുന്നില്ലേ? ഫോട്ടോ എടുക്കാം. കൈ വെച്ചോ, ഫോട്ടോ എടുക്കും. പക്ഷേ വായ കണ്ടോ ഗൈസ്, നല്ല സൂപ്പർ വായ. നല്ല നോക്കും, മാവ് നോക്കട്ടെ ഞങ്ങൾ.
ശരി ഓടിക്കോ. പറയണമെന്നായി പിടിച്ചാളി. ഒരു റെസ്റ്റോറൻറ്റിന് പറ്റിയ സ്പേസ് ഇവിടെ ഫ്രീ ആട്ടാ. താല്പര്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒന്ന് തുടങ്ങാവുന്നതാണ്. അതേ കാലം കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ ഒഴിഞ്ഞിട്ട്. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ കാശ് നമ്മൾ മുന്നേ വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും ഒന്നും കുറച്ച് മുകളിലേക്കും കൂടെ. അവിടെ കുറച്ച് റൈഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിന് പറ്റിയ സ്ഥലമാണിത്. പരസ്യം തരുന്നത് ഞാൻ മാത്രം. എൻ്റെ ചാനലിൽ ഇവിടെ ഫസ്റ്റ് പരസ്യം തരുന്നത് അതാണ് കൗണ്ടർ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാണെങ്കിലും നേരെ മിനിയൂട്ടിയിൽ വരിക, നേരിട്ട് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചറിയതിൽ ഞാൻ ഉൾപ്പെടുന്നതല്ല. ഫസ്റ്റ് തന്നെ ഇതാട്ടോ കിഡ്സിന് കളിക്കാനുള്ള ഓരോ പാർക്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. ഇതിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയതിനെ കൊണ്ട് പിന്നെ നമ്മൾ പുത്തൂർ പാർക്ക് പോയത് കൊണ്ട് നമ്മളിതൊക്കെ നമ്മൾ നിർത്തലാക്കിയിരിക്കുന്നു. കുഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്, വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാട്ടോ. എന്താ ഞാൻ പേടിച്ചു എന്ത് സംഭവിച്ചിട്ട്. അല്ല നമ്മളന്ന് കേറിയത് അപ്പുറത്താണ് വിപിനേട്ടാ, ഇതിലല്ല. അല്ല നമ്മള് കേറിയത് അവിടെ. നമ്മളിവിടെ കേറി ഒരു സതേപടി ഇറങ്ങി. ഇതിലൊന്നും കേറാണ്ടേ. അന്ന് ഹോട്ടലിൽ ഉദ്ഘാടനം കഴിഞ്ഞ് വരുന്നന്ന്. ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ആട്ടത്. ഇവിടെ പക്ഷെ അവിടെ അണ്ടർ വാട്ടർ അക്വേറിയം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എൻട്രി ടിക്കറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. 20 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ വേറെ പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ട്രോളനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് എന്ത് വീഴുന്നു അത് ഉപ്പിടിക്കാൻ വേണ്ടിയിട്ട്. പാച്ചുവിനാണെങ്കിൽ ഈ അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ കയറണം എന്ന് പറയുന്നുണ്ട്. നമ്മളിത് മുന്നേ കയറിയതിനെ കൊണ്ട് നമ്മളിപ്പോൾ കയറുന്നില്ല. എപ്പോഴും ഇങ്ങനെ കണ്ട് കാണുകയാണ്, പിന്നെയും കാണുകയാണേ. ആണേ കയറണ്ട. എനിക്ക് ഇവന്റ് ഞാൻ കാണണ്ടോട്ടെ. പാച്ചുവിന് പിന്നെ പേടില്ലാത്തതിനെ കൊണ്ട് മതി എന്നൊക്കെ പറയും. കഴിഞ്ഞു. ഇവിടെ റൈഡിൽ കൊറോണത്തിൽ കയറാൻ പറ്റാത്തതിൻ്റെ നീരസമാണ് ഈ മുഖത്ത് കാണുന്നത്. ഇന്ന് എത്ര തണുത്ത വെള്ളം ജ്യൂസും കുടിച്ച്. അപ്പം ഐസ്ക്രീമിൻ്റെ കാര്യം തീരുമാനമായിട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ സീ യു.